ഹായ്, എന്തൊക്കെയാ നമ്മൾ ഈ കാണുന്നത്? ജനൻ ടി വി മാപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അൻസാരി സുഹുരി ഉസ്താദിന് ഫോൺ വിളിച്ചിട്ട് ജനൻ ടി വിയുടെ ശ്യാം മാപ്പ് ചോദിക്കുന്ന നടുക്കുന്ന ഫോൺ സംഭാഷണം. അതിപ്പോ ഞാൻ വെച്ചു തരാം. ഓക്കെ, നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. എല്ലാവരും ഈ ഒരു രസകരമായിട്ടുള്ള ഫോൺ സംഭാഷണം കേട്ടിട്ട് ഒന്ന് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. കാരണം ജനൻ ടി വി മാറി ചിന്തിച്ചത് ലോകം അറിയണം, കേരളം മൊത്തത്തിൽ അറിയണം. നമുക്ക് ആദ്യം ആ ഒരു ഫോൺ സംഭാഷണം കേട്ടു നോക്കാം. ഓക്കെ. ഹലോ. ഹലോ, നമസ്കാരം ഉസ്താദെ. നമസ്കാരം. ആരാ മോനെ? ഞാനിപ്പോ നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്ന ആളാ. ആരാ? ജനൻ ടിവിയിലെ ശ്യാമായിരുന്നേ. അയ്യോ ശ്യാമേ, മുത്തേ ഒന്നും വിചാരിക്കരുത് കേട്ടാ മുത്തേ കേട്ടാ. ഇല്ല ഇല്ല ഇല്ല. അല്ലല്ല. അല്ല, എനിവേ താങ്ക് യു സോ മച്ച്. ഞാനൊരു നന്ദി പറയാൻ വിളിച്ചതാണ്. എന്ത് പറ്റി? അല്ല, ആ ഒരു പോയിന്റേ സ്വാഭാവികമായിട്ട് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അത് അന്വേഷിക്കുകയും അതിന്റെ സത്യാവസ്ഥ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ആയിട്ട് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ഓ ശ്യാമേ, സോറി. ഞാൻ ഓ, എന്തെങ്കിലും ഒരു കുഴപ്പമില്ല. അയ്യോ ഒരു കുഴപ്പമില്ല. കാരണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാണിക്കുമ്പോഴാണല്ലോ നമുക്കും തിരുത്തപ്പെടാനുള്ള ഒരു അവസരം കിട്ടുന്നത്. അതെ 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 ശ്യാമേ. പിന്നെ ഒരു കാര്യം പറയണ്ടേ, അനിൽ നമ്പ്യാർ എന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ച കാര്യം ഞാനിവിടെ കൂടുതൽ വെളിപ്പെടുത്തുന്നില്ല. എന്നാലേ അനിൽ നമ്പ്യാരായിട്ട് സംസാരിച്ചപ്പോഴേ ആ. അദ്ദേഹം പങ്കുവച്ച ചില കാര്യങ്ങൾ കേട്ടപ്പോഴേക്കും അത്ഭുതം വന്നു. ഇവരൊന്നുമില്ല, ആ. ഇവരൊക്കെ നിങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴി സംസാരിക്കുന്നതിനപ്പുറത്തേക്കോ സ്നേഹത്തിന്റെ ഒരു മഹാലോകം നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയൊക്കെ നിങ്ങൾ ഈ പറയുന്ന വർത്താനം കേൾക്കുമ്പോഴേ നമ്മൾ നിങ്ങളൊക്കെ വളരെ മോശം മനുഷ്യരാണെന്ന് വിചാരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഞാൻ അനിൽ നമ്പ്യാരുടെ വർത്താനം 4 മിനിറ്റ് സംസാരിക്കും. ഞാൻ അന്തം വിട്ടു പോയി അദ്ദേഹത്തിന്. കാരണം ഇവരൊക്കെ മുസ്ലിമീങ്ങളുമായി ഭയങ്കര, നമ്മുടെ ഈ കൃഷ്ണകുമാർ സാറല്ലേ മറ്റേ കൊല്ലത്ത, അതെ 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 അതെ. കൃഷ്ണകുമാർ സാറിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ഷിഹാബ് തൃശ്ശൂർ എന്ന് പറയുന്ന വലിയ ബിസിനസ്സുകാരനാ. അവർ തമ്മിലുള്ള ബന്ധവും അവർ തമ്മിലുള്ള യാത്രയുടെ ഒക്കെ വീട് എനിക്ക് കാണിച്ചു തന്നപ്പോ ഇങ്ങനെയൊക്കെയാണോ ഈ മനുഷ്യൻ? ഇപ്പൊ എന്നെ രഹസ്യമായിട്ട് വിളിക്കുന്ന ബി ജെ പിക്കാരും സാർ ഒരുപാട് പേര് നമുക്ക് പേഴ്സണൽ ബന്ധമുണ്ട്. കാരണം നമ്മളിലെല്ലാം അന്തർലീനമായി കിടക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എന്നെ ഒരാൾ വഴിയിൽ വെച്ച് ഒരു സംഘപരിവാറുകാരനെ ആക്രമിച്ചാൽ ശ്യാമ വെറുതെ ഇരിക്കുമോ? എന്നെ ഇരിക്കുന്നത് എന്നെ അകാരണമായിട്ട് ആക്രമിച്ചാൽ നീ വെറുതെ ഇരിക്കുമോ? 100% ഞാനൊരു മുസൽമാനാണെന്നുള്ളത് കൊണ്ട് നിനക്ക് മനുഷ്യത്വം ഇല്ലാതിരിക്കുവോ? ഒരിക്കലും ഇല്ല ഉസ്താദെ. ഒരു പള്ളി കവാടത്തിൽ വെച്ച് ശ്യാമിനെ ആരെങ്കിലും കുത്തിപ്പിടിച്ച് ആക്രമിക്കുന്നത് കണ്ടാൽ ഞാൻ ഉണ്ടായിരിക്കുമോ? ഉണ്ടായിരുന്നു കാണുമോ? തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ ഞാൻ മനുഷ്യനല്ല, മൃഗത്തിന് പോലും അതിൻ്റെതായ വികാരമുണ്ട്, ഇല്ലേ? സത്യം 100%. അപ്പൊ അതുകൊണ്ട് ശ്യാമ വിളിച്ചത് ഭയങ്കര സന്തോഷം. അത് ഞാൻ ഒന്ന് കെട്ടിപ്പിടിക്കണ്ട, സന്തോഷം. ലവ് യു സോ മച്ച്, ലവ് യു സോ മച്ച്. ഓ, ഞാൻ ആ വീഡിയോ കൂടി ഒന്ന് ഉസ്താദിന് അയക്കാവേ. ഞാൻ സന്തോഷം. ഇന്നലെ തന്നെ ഇട്ടിട്ടുണ്ട്. ഓ, താങ്ക് യു. ഓക്കെ ഓക്കെ. ഞെട്ടിക്കുന്ന മറ്റൊരു വീഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ട്. ഈ ഫോൺ സംഭാഷണം പുറത്തു വന്നതോടുകൂടി ഒരു സംഘിപ്പെണ്ണ്, ലസിത എന്ന സംഘിപ്പെണ്ണ് ഉസ്താദിനെ ദേശത്തോട് തെറിവിളിച്ചു വരുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, എന്താ നമ്മൾ ഈ കാണുന്നത്? ജനൻ ടി വി തന്നെയാണോ? ജനൻ ടി വി കള്ള വാർത്ത കൊടുത്താൽ അവർ മിണ്ടാതിരിക്കുന്ന ഒരു പതിവാണ്. ഇദ്ദേഹം പറഞ്ഞത്, ആ ശ്യാം എന്ന് പറയുന്ന മനുഷ്യൻ സംസാരിച്ചത് എന്ത് നല്ല വാക്കാണ്. അതായത് അതിന്റെ അർത്ഥം അവരുടെ മനസ്സൊക്കെ നല്ലതാണ്, പൈസക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അവരിങ്ങനെ വിശന്തുപ്പുന്നത് എന്ന് ഈ ഒരു ഫോൺ സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലായി. പൊന്നു മനുഷ്യന്മാരെ, അൻസാരി ഉസ്താദിനെതിരെ ഒരു പെണ്ണ് രംഗത്ത് വന്നിട്ടുണ്ട്. ഫോൺ സംഭാഷണം വന്ന ദേശം തീർക്കുകയാണ്. അത് വെച്ച് തരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു വീഡിയോ ക്ലിപ്പും കൂടി കാണണം. ഓക്കെ. 10 കൊല്ലത്തിലേറെയായി ഷബാന ചെമ്മൺ എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ട പെൺകുട്ടി, സഹോദര സമുദായത്തിൽപ്പെട്ട ചക്കിയമ്മ എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ട അമ്മ, ആരാരും തിരിഞ്ഞു നോക്കാനില്ലാത്ത, നിർധന കുടുംബത്തിൽപ്പെട്ട, ഒരു നേരത്തെ മരുന്നിന് പോലും വകയില്ലാത്ത, പ്രാഥമിക കാര്യങ്ങൾ മുഴുവനും പാമ്പേഴ്സിൽ നിർവഹിക്കുന്ന ഈ പാവപ്പെട്ട അമ്മയെ ചുമന്നുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ആ പെൺകുട്ടി 10 കൊല്ലം പിന്നിടുകയാണ്. എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, അൻസാരി ഉസ്താദിനെ ഇഷ്ടമില്ല എന്ന് പറയുന്നവരെ നിങ്ങൾ ഇത് കാണണം. അതായത് ഒരു പാവപ്പെട്ട ഒരു മുസ്ലിം പെൺകുട്ടി ഒരു വൃദ്ധയായിട്ടുള്ള ഹിന്ദു സ്ത്രീയെ നോക്കുകയാണ്. ഞാനിവിടെ വർഗീയതല്ല കൊണ്ടുവരുന്നത്, എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയാണ് പറയുന്നത്. പൊന്നു മനുഷ്യന്മാരെ, പ്രായമുള്ള ഒരാളെ നോക്കാൻ എത്ര പാടുണ്ടാവും. അതായത് അവര് ബെഡിൽ മൂത്രം ഒഴിക്കുന്നത് എടുക്കണം, അവർ എന്തൊക്കെയോ ചെയ്യുന്നതൊക്കെ നമ്മൾ എടുക്കണം. ഒരു കുഞ്ഞിനെ നോക്കുന്നതിനേക്കാളും അപ്പുറമാണ് വൃദ്ധയായിട്ടുള്ള, നടക്കാൻ പറ്റാത്തൊരു സ്ത്രീയെ നോക്കുന്നത്. ഇതിവിടെ ചെയ്യുന്നത് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു പെണ്ണാണ്. ഈ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എനിക്ക് പേഴ്സണലി അങ്ങനെ ഒന്നുമില്ല. എല്ലാ മതക്കാരും എൻ്റെ എല്ലാമാണ്. ഞാനിവിടെ വർഗീയതല്ല കൊണ്ടുവരുന്നത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. എനിക്ക് പറയാനുള്ളത് ലസിത പാലക്കിനോടും ലക്ഷ്മി കോണോത്തിനോടുമാണ്. ഷെബിന ചെമ്മാട് ജീവിതത്തിൻ്റെ നല്ല ഭാഗവും ഈ അമ്മയെ പരിചരിച്ചാൽ, നാളെ അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഷെബിന ചെമ്മാടിനെ അറിയുന്ന, ചക്കിയമ്മേനെ അറിയുന്ന മുഴുവൻ ആളുകളും സ്വാഭാവികമായി ഷബാന ചെമ്മാടിനെ പ്രശംസിക്കും.
ഈ പ്രശംസക്ക് നമ്മൾ വിട്ടുകൊടുക്കരുത്. ഈ അമ്മയെ നമ്മൾ നമ്മുടെ വീട്ടിൽ കൊണ്ട് പാർപ്പിക്കണം. ലക്ഷ്മി കോണത്തിലൂടെ പറയുന്നത്, വെറുതെ നമ്മൾ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനവും പ്രശംസയും കിട്ടുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, നമ്മുടെ അമ്മയാണ് ചക്കിയമ്മ, നമ്മുടെ അമ്മയാണ്. അങ്ങനെ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ വീട്ടിൽ താമസിക്കേണ്ട അല്ല, അവരുടെ പാമ്പേഴ്സ് നമ്മളാണ് മാറ്റി കൊടുക്കേണ്ടത്. ഓക്കെ ഉസ്താദ് ഇതെന്തിന് പറഞ്ഞു എന്നല്ലേ, ഈ ലസിത എന്ന ഈ സ്ത്രീയും മറ്റൊരു സ്ത്രീയും കൂടിയിട്ട് ഇങ്ങനെ മുസ്ലിം സ്ത്രീകൾ ഹിന്ദു ആയിട്ടുള്ള സ്ത്രീകളെ സഹായിക്കുമ്പോൾ അവർ ഫോണിലൂടെ വിഷം കാറുകയാണ്. ഈ ജിഹാദി എന്തിനാണ് RSSകാർ അങ്ങനെ ചെയ്യുന്നത്, ഈ ജിഹാദി എന്തിനാണ് ഹിന്ദുക്കളെ അങ്ങനെ ചെയ്യുന്നത് എന്ന് വെറുതെ വിഷം കാറുകയാണ് ഈ ലസിത. അപ്പോൾ ഉസ്താദ് പറഞ്ഞത് കേട്ടല്ലോ, ഇവറ്റകൾ വിഷം കാറാൻ മാത്രമാണ്. ഇവറ്റകൾ എന്തുകൊണ്ടാണ് ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീയെ ഏറ്റെടുക്കുന്നില്ല? ഇതേ പറയുന്ന ലസിത പറയുകയാണ്, തട്ടമിട്ട യുവതികൾ എന്തിനാണ് ഹിന്ദു ആയിട്ടുള്ള വൃദ്ധ സ്ത്രീയെ നോക്കുന്നത്, അവരെങ്ങനെയെങ്കിലും ജീവിച്ചൂടെ, അങ്ങനെ പറഞ്ഞിട്ടാണ് ലസിത വീഡിയോ ഇടുന്നത്. അപ്പോൾ ലസിതയുടെ ഒരു കാര്യം പറയുകയാണ്, ലസിത നീയായിട്ട് ആർക്കും ഒരു ഹെൽപ്പ് ചെയ്യുന്നില്ല ലസിത, നീയായിട്ട് ഏതൊരു വൃദ്ധ സ്ത്രീയെയും നോക്കുന്നില്ല ലസിത. നേരെ മറിച്ചിട്ട് ഒരു പെൺകുട്ടി, അവൾ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യാൻ ആവട്ടെ ആരുമാവട്ടെ, അവളൊരു നല്ലത് ചെയ്യുമ്പോൾ അത് ചെയ്യണ്ടെന്ന് പറയാൻ നിനക്ക് നാണമില്ലേ ലസിത? ലസിതയുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. അതായത് ജനൻ TVയുടെ ഫോൺ സംഭാഷണം പുറത്തു വന്നപ്പോൾ ലസിത പൊട്ടിത്തെറിക്കുന്ന ഒരു വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞ് വെച്ചു തരാം. നമുക്ക് ഇതിന്റെ ബാക്കിയും കൂടി കേട്ട് നോക്കാം. അവരെ നമ്മളാണ് കുളിപ്പിക്കേണ്ടത്. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ആ പാവപ്പെട്ട അമ്മയെ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ കൈകൊണ്ടല്ല, ഒരു പർദ്ദക്കാരിയുടെ അല്ലെങ്കിൽ ഒരു തട്ടക്കാരിയുടെ കൈകൊണ്ടല്ല, നമ്മുടെ കൈകൊണ്ടാണ് നമ്മൾ പരിചരിക്കേണ്ടത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ലക്ഷ്മി കോണോത്തും ലസിത പാലക്കൽ ഇപ്പം തന്നെ എങ്ങനെയെങ്കിലും ഷബാനയുടെ കയ്യിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ചക്കി അമ്മേനെ മോചിപ്പിക്കണം. ലസിത പറയുകയാണ്, എന്തിന് തട്ടമിട്ടവരെ നോക്കുന്നു, തട്ടമിട്ടവർ എന്തിന് ഞങ്ങളെ സ്ത്രീകളെ നോക്കുന്നു? ലസിതയോട് ഒരു കാര്യം പറയാം, ആ പെൺകുട്ടിയുടെ നമ്പർ വേണമെങ്കിൽ ഉസ്താദ് തരും. നിങ്ങളൊന്ന് ആ പെൺകുട്ടിക്ക് വിളിച്ചിട്ട് പറ, ആ വൃദ്ധയായിട്ടുള്ള സ്ത്രീയെ ഞങ്ങൾ നോക്കാം ലസിത, നീ തട്ടമിട്ട നീ നോക്കണ്ടെന്ന് പറ. അതല്ലൊരു ആ പെണ്ണത്വം. അതായത് അങ്ങനെ ചെയ്തിട്ട് വേണം നിങ്ങൾ വീഡിയോ ഇടാൻ, അല്ലെങ്കിൽ വിഷം കാർത്തി എന്ത് കാര്യമാണ് ലസിത? ബാക്കി കൂടി കേട്ട് നോക്കാം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇർഫാൻ ഇക്ബാലിനോടും ഷബാന ചമ്മാനോടുമാണ്. എൻ്റെ പ്രിയപ്പെട്ട പങ്കന്മാർ സ്നേഹത്തോടെ പറയാണ്, ഒന്നും വിചാരിക്കരുത്. നിങ്ങൾ കുറച്ച് പെൺകുട്ടികൾ, നിങ്ങളുടെ മനസ്സിൻ്റെ വിശാലത ഉണ്ടായിരിക്കും. ഈ സഹോദര സമുദായത്തിൽപ്പെട്ട മുഴുവൻ ആരാലും തിരിഞ്ഞു നോക്കാനില്ലാത്ത നിർധന കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ ഇങ്ങനെ ചുമന്നുകൊണ്ട് വന്ന് അവരുടെ കാഷ്ടവും മൂത്രവും ഒക്കെ കോരി അവരുടെ പാമ്പേഴ്സൊക്കെ മാറി അവരെ കുളിപ്പിച്ച് നിങ്ങൾ സുന്ദര കുട്ടപ്പികളായി നിങ്ങളിങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഇത് ഇവർക്കും കൂടെ അവസരം കൂടും. ഇവരൊക്കെ മുട്ടി നിൽക്കും ആളുകളെ നോക്കാൻ വേണ്ടി. ചുമ്മാ മിനിറ്റ് ഇവർക്ക് ഒരു പണിയില്ല, മിനിറ്റ് പോസ്റ്റ് ഇട്ട് ഉറങ്ങിയ വിദ്വേഷം പറഞ്ഞ് നല്ല പൈസ കിട്ടുന്നുണ്ട്. എന്തായാലും അതെ ലസിതയുടെ ഒരു കാര്യം പറയാം. ലസിത, നീ ഫേസ്ബുക്ക് യൂസ് ചെയ്തോ യൂട്യൂബ് യൂസ് ചെയ്തോ ഞങ്ങളൊന്നും പറയുന്നില്ല, പക്ഷേ നല്ലത് ചെയ്യുന്നതിന് നീ തടയരുത്. കാരണം ഇവള് എന്തു തെറിയാണ് ആ തട്ടമിട്ട പെൺകുട്ടിക്കൊക്കെ നല്ല തെറിയാണ് ഈ ലസിത വിളിക്കുന്നത്, എന്തിനങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ. അപ്പോൾ ആ തെറി കേട്ടിട്ട് വേറെ പെൺകുട്ടികൾ, അതായത് ഞാൻ ഇന്ന് വൃദ്ധ സ്ത്രീയെ നോക്കാമെന്ന് മനസ്സിൽ വിചാരിക്കുന്ന സ്ത്രീകൾ എന്തിന് ഞങ്ങൾ നോക്കണം, വെറുതെ ഞങ്ങൾ എന്തിന് തെറി കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നീ കാരണം നല്ലവരായ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള പ്രവൃത്തി എടുക്കൂല ലസിത. അതുകൊണ്ട് ലസിത, ഇനി മേളിൽ നിന്നെക്കൊണ്ട് അതായത് സഹകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ലസിത നീ ഉപദ്രവിക്കരുത്, സഹകരിക്കുന്നവരെ തടയരുത് ലസിത. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. സാരിയും ചുരിദാറും ഒക്കെ മേടിച്ച് അവരിങ്ങനെ ആനന്ദ തുന്തിരമാടുകയാണ്. അപ്പോൾ ഷബാന ജമ്മാടും ഇർഫാൻ ഇക്ബാലും കൂടെ ഒക്കെ വിചാരിക്കുകയാണെങ്കിൽ കുറച്ച് പേരെ, കുറച്ച് അമ്മമാരെ, ഈ കിടക്കപ്പായിൽ മുള്ളുന്നവരും പാമ്പേഴ്സ് വെക്കുന്നവരും ഒക്കെ ഉണ്ടോ, അവരെ കുറച്ച് പേര് ഈ രണ്ടെണ്ണത്തിന് വിട്ടുവിട്. ഈ ലസിത പാലക്കലും ലക്ഷ്മി കോനോത്തിനും അവരൊക്കെ കൊണ്ടുപോയി കുളിപ്പിക്കട്ടെ, അവർ കുറച്ചൊക്കെ അങ്ങോട്ട് കഴുകട്ടെ, അവരൊക്കെ ഈ ഭാഗങ്ങളൊക്കെ കഴുകി കൊടുക്കട്ടെ. പിന്നെ ഷബാന ഒരു കാര്യം പറയാണ്, നേരത്തെ തന്നെ ഒരു പത്രമൊക്കെ മേടിച്ച് അത് കാര്യങ്ങളൊക്കെ നിയമപരമായിട്ട് ചെയ്യണേ. കാരണം ജീവിച്ചിരിക്കുമ്പം കഴിച്ചോ കുടിച്ചോ ഗുളിക കഴിച്ചോ ഗുളിക മേടിച്ചോ എന്ന് ചോദിക്കാൻ ഒരു പട്ടിയും കാണത്തില്ല. പക്ഷേ മരിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരുപാട് അവകാശികൾ വരും പല വാദങ്ങളും ഉന്നയിക്കാൻ, നമ്മളിപ്പോൾ കണ്ടതല്ലേ. അതുകൊണ്ട് അതെല്ലാം നീതിയുക്തമായിട്ട് തന്നെ പോട്ടെ. എല്ലാവിധ ആശംസകളും. ഈ പറഞ്ഞത് 100% ശരിയല്ലേ? ഈ വൃദ്ധയായിട്ടുള്ള സ്ത്രീക്ക് ദൈവം ദീർഘായുസ് കൊടുക്കട്ടെ. ഒരു കാര്യം പറയാം, ആ സ്ത്രീ എങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ കുറേ വരും, സേവാഭാരതി വരും, RSS പ്രവർത്തകർ വരും, എല്ലാം വരും. ഈ പറഞ്ഞ ജനൻ TV പറയും എല്ലാം ഞങ്ങളാണ്, ആ തട്ടമിട്ടവൾ വെറുതെ അവിടെ നിന്നതാണ് പിടിച്ചതാണെന്നൊക്കെ പറയും. എടാ ഒരു കാര്യം പറയാം, നിങ്ങൾ വർഗീയത പറയും, ഞാൻ പറയേണ്ടതൊന്നും പറയുന്നില്ല. ജനൻ TVയെ, ലസിത തുടങ്ങിയവരോട്, ആ പറയുന്ന ആരിഫ് ഹുസൈനി, ഫസൽ കരാട്ടിനോടൊക്കെ ഞാനൊരു കാര്യം പറയുകയാണ്, നിങ്ങൾ നല്ലത് ചെയ്തിട്ട് വേണം വർഗീയത പറയാൻ. നിങ്ങളൊരു സ്ഥാപനം ഉണ്ടാക്കണം, വൃദ്ധയായിട്ടുള്ള സ്ത്രീകളെ നോക്കണം, ജാതി മതമില്ലാതെ.
അതിനുശേഷം നിങ്ങൾ വർഗീയത പറഞ്ഞു. ഇത് ഇവറ്റകളായിട്ട് ഒന്നും ചെയ്യാതെ വിഷം കാറുകയാണ് വേറുള്ളവർ ചെയ്യുന്നത് കണ്ട്. നാണവും മാനവും ഇത്തിരി ഉളുപ്പും എന്ന് പറയുന്ന സാധനം ഈ വൃത്തികെട്ട ജന്തുക്കൾക്കുണ്ടോ? പൊന്നുമനുഷ്യന്മാരെ, നമുക്കിനി ലസിതക്കുള്ള മറുപടി കൊടുക്കാം. ലസിത എന്തൊക്കെയോ പറയുന്നുണ്ട് അൻസാരി ഉസ്താദിനെ കുറിച്ചിട്ട്. ഓക്കെ, അതെ, ഞാനിതാ പിന്നെയും വന്നു. ഞാൻ എന്തിനാ വന്നതെന്ന് അറിയാവുക? ഉസ്താദ് ഇന്നലെ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു, വൈഷ്ണവ ജനതേ. ആ പാട്ട് അതെന്ത് പാട്ടാന്ന് ഉസ്താദിന് അറിയാവുക? അതൊരു സിനിമയിൽ പാടുന്ന പാട്ടാണ്. പരിഹസിച്ചിട്ടാണെങ്കിലും തനിക്കൊക്കെ പരിഹാസം മാത്രമല്ലേ അറിയൂ. എന്ത് താനെന്നാ? എടാ എടി എടി, ഒരു കാര്യം പറയാം. ഈ ഉസ്താദ് ആരെന്ന് നീ ഉസ്താദിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിക്ക്. അതായത് ജാതി മതമില്ലാതെ ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻ ഒന്നും നോക്കാതെ ഉസ്താദ് എല്ലാവരും സഹായിക്കുന്ന ഒരു മനുഷ്യനാണ്. ഉസ്താദ് ഇതുവരായിട്ടും വർഗീയത പറഞ്ഞ് നിങ്ങൾ കേട്ടോ? അതായത് RSSകാർ വെറുതെ മുസ്ലിമീങ്ങളെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയുമ്പോൾ അതിന് തക്കതായിട്ടുള്ള തെളിവ് കൊണ്ടുവന്നിട്ടാണ് ഉസ്താദ് സംസാരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ലസിത ഇങ്ങനെ വിഷം കാറുന്നത്. ബാക്കിയും കൂടി കേട്ടു നോക്കാം. സത്യസന്ധത എന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ. ഞാൻ ഈ ലോകത്തിൽ വെച്ചിട്ട് തന്നെ പറയാം, ഇങ്ങനെയുള്ള ഒരു ഉസ്താദിനെ ആദ്യമായിട്ട് കാണുകയാണ്. ശരിയാണ് ലസിത, ഇങ്ങനെയുള്ള ഉസ്താദിനെ ഞങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നത്. വേറെ ഉസ്താദന്മാർ പള്ളിയിൽ ബാങ്ക് കൊടുക്കും, പള്ളിയിലുള്ള അതായത് പള്ളിപരമായിട്ടുള്ള കാര്യം മാത്രമാണ് ചെയ്യുന്നത്. ഈ ഉസ്താദ് അങ്ങനെയാണോ? അതായത് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, അതായത് ഒരു MLA MP എടുക്കുന്ന പണിയാണ് ഈ ഉസ്താദ് എടുക്കുന്നത്. ലസിത, ജനങ്ങൾക്ക്, പാവപ്പെട്ട മനുഷ്യന്മാർക്ക് പൈസ ഇല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടും ഭക്ഷണം കൊടുത്തിട്ടും ഒക്കെ സഹകരിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ഉസ്താദ്. അപ്പോൾ ഈ മനുഷ്യൻ ഒരു വെറൈറ്റി ആണ്, ഒരു വേറെ തന്നെയാണ്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. മറ്റുള്ള ആൾക്കാർ, അതായത് RSSകാർ മാത്രം കുറ്റം പറയുന്ന ഒരു ഉസ്താദ്, അതാണ് അൻസാരി ഉസ്താദ്. എടി ലസിത, RSSകാർ തന്നെ ട്രോളുന്നുണ്ട് ലസിത, നിനക്ക് അതറിയില്ലേ? അതായത് ഇർഫാന ഇക്ബാല് കാസർഗോഡ് മീഞ്ചയിൽ മരണപ്പെട്ട നാരായണേട്ടന്റെ സംസ്കരിച്ചപ്പോ ഈ പറയുന്ന RSSകാർ എന്താണ് പറഞ്ഞത്? ഞങ്ങളുടെ ആംബുലൻസിൽ ഞങ്ങളാണ് എല്ലാം ചെയ്തത് എന്ന്. അവസാനം അന്വേഷിച്ച് നോക്കുമ്പോൾ RSSകാരുടെ ആംബുലൻസ് അല്ല, സേവാഭാരതിയുടെ ആംബുലൻസ് അല്ല, അവിടെ എല്ലാം ചെയ്തത് മുസ്ലിം പ്രവർത്തകരാണ്. അത് അറിഞ്ഞപ്പോ, അത് ഉസ്താദ് വിളിച്ചു പറഞ്ഞപ്പോ നിനക്കൊക്കെ കൊണ്ടുവല്ലേ? അതിനാണ് ഇപ്പോ ജനൻ TV മാപ്പ് പറഞ്ഞത്. ഇതിനാണ്, ഈ കള്ളവാർത്ത കൊടുത്തതിനാണ് ലസിത. ബാക്കിയും കൂടി കേട്ട് നോക്കാം. അതെ, എന്താ ചെയ്യാ? പാവങ്ങളെ സഹായിക്കുന്നു, ഹിന്ദുക്കളെ സഹായിക്കുന്നുണ്ട്. പക്ഷെ അൻസാരി ഉസ്താദ് RSSകാർ മാത്രം കുറ്റം പറയുന്നുള്ളത്. RSSകാരെ കുറ്റം പറയും ലസിത. RSSകാർ ഇങ്ങനെയുള്ള വൃത്തികെട്ട പണിയെടുത്താൽ പിന്നെ ഒറ്റകളെ കുറ്റം പറയണ്ടേ ലസിത? ബാക്കിയും കൂടി കേട്ട് നോക്കാം. അതെന്താ ഉസ്താദേ? ശരിയാണോ ഉസ്താദേ? എന്തുവാടേ? ഞങ്ങൾ ആ ഉസ്താദിന്റെ പേരങ്ങ് മാറ്റിക്കളയും, അൻസാരി എന്ന് മാത്രം ആക്കിക്കളയും. കാരണം എന്തുകൊണ്ടാണെന്നറിയാം, താൻ ഉസ്താദിനെ പറ്റി, ഉസ്താദ് എന്ന് പറയുന്നത് നമ്മളെയൊക്കെ മനസ്സിലൊരു ഉസ്താദുമാരുണ്ട്, പീഡിപ്പിക്കുന്ന ഉസ്താദുമാരല്ലേ. ഓക്കെ, അപ്പോൾ പൊന്നുമനുഷ്യന്മാരെ, ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ഒരു കാര്യം പറയുകയാണ് പൊന്നുമനുഷ്യന്മാരെ, ഈ നാട്ടിൽ നിങ്ങൾ കൃഷ്ണൻ ഒന്നാണ്, മുഹമ്മദ് ഒന്നാണ്, വിൻസെന്റ് ഒന്നാണ്, ഇങ്ങനെ ചിന്തിക്കൂ എൻ്റെ പൊന്നുമനുഷ്യന്മാരെ. ജാതിഭേദം എന്തിന്? നമ്മൾ കൂടിപ്പോയാൽ 60-70 വയസ്സ് വരെ നമ്മൾ ജീവിക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ എന്തിനാണ് വർഗീയതയുടെ കലാപം ഉണ്ടാക്കുന്നത്? ചിലരൊക്കെ മുസ്ലിം നാമം വെച്ചിട്ട് മുസ്ലിമിന്റെ ഉസ്താദന്മാരെ പഞ്ഞിക്കൊടുകയാണ്. ആ ഫാസൽ കരാട്ട് എന്ന നായി, അവൻ എല്ലാ ദിവസവും 2-3 ഉസ്താദന്മാർ തെളിവിളിക്കുക. കാരണം അവൻ മുസ്ലിമാണ്. മുസ്ലിമായിട്ട് എടാ നാറി ഉസ്താദ് എന്നൊക്കെ വിളിച്ചാൽ സംഖ്യകൾക്ക് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അപ്പോൾ അവനൊക്കെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.